ഫ്രണ്ട്സ്, യു ആർ വെൽക്കം ടു ഹിസ്റ്റോറിയ. അപ്പോൾ ഹിസ്റ്റോറിയ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്ന 3 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. മുൻ ക്ലാസ്സുകൾ പഠിക്കുന്ന പോലെ തന്നെ 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, മുൻകാലങ്ങളിൽ ചോദിച്ച 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി 3 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് പഠിക്കാൻ പോകുന്നത്. ക്ലിയർ? മുൻകാലങ്ങളിൽ ചോദിച്ച 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി 3 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. മിക്കവാറും ഒരുപാട് എക്സാമ്പിൾക്ക് PSC ആയാലും SSC ആയാലും സിവിൽ സർവീസ് ആണെങ്കിലും ഒരുപാട് തവണ ചോദിച്ചുള്ള ഒരു ചോദ്യമാണ്. ഇതാണ് ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഈ പാർലമെന്ററി കമ്മിറ്റികൾ എന്നൊരു ഭാഗം നമുക്കറിയാം. പാർലമെന്ററി കമ്മിറ്റികൾ അതിൽ നിന്ന് ചോദിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയെ കുറിച്ചുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്: പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്നറിയപ്പെടുന്ന പാർലമെന്ററി കമ്മിറ്റി ഏതാണ്? പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്നറിയപ്പെടുന്ന പാർലമെന്ററി കമ്മിറ്റി ഏതാണ്? വിച്ച് പാർലമെന്ററി കമ്മിറ്റി ഈസ് നോൺ ആസ് പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്ന് പറയും. ഓർമ്മിക്കുക, പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്നറിയുന്ന പാർലമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർലമെന്ററി കമ്മിറ്റിയെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയാണ്. അതാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി എന്ന പ്രധാനപ്പെട്ട പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പൊ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ഓർമ്മിക്കുക പാർലമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഇൻ 1921 പാർലമെന്റിലെ ഈ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി രൂപമാണ്. 1921 പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്നറിയപ്പെടുന്ന പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി രൂപമാണ്. 1921 ഓർമ്മിക്കുക. ടോട്ടൽ അംഗസംഖ്യ എന്ന് പറയുന്നത് 22 അംഗങ്ങൾ. ടോട്ടലി പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി അംഗസംഖ്യ ടോട്ടലി 22 Then 15 ഫ്രം ലോകസഭ, 7 ഫ്രം രാജ്യസഭ. 15 ഫ്രം ലോകസഭ, 7 ഫ്രം രാജ്യസഭ. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയിലെ അംഗസംഖ്യ എന്ന് പറയുന്നത് ടോട്ടലി 22 അംഗങ്ങളാണ്. 22 അംഗങ്ങൾ 15 അംഗങ്ങൾ ഇവിടുന്നുണ്ട് ലോകസഭയിൽ നിന്നും, ബാക്കി 7 അംഗങ്ങൾ ഇവിടുന്ന് വരുന്നത് രാജ്യസഭയിൽ. 15 അംഗങ്ങൾ ലോകസഭയിൽ നിന്നും 7 അംഗങ്ങൾ രാജ്യസഭയിൽ നിന്നുള്ള പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ഓർമ്മിക്കാം. ഇനി ഇതിൽ ഈ കാലാവധി, ഈ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ അംഗങ്ങളുടെ കാലാവധി 15 പറഞ്ഞു. 15 അംഗങ്ങൾ ലോകസഭയിലാണ്, 7 അംഗങ്ങൾ രാജ്യസഭയിലാണ്. ഇവിടെ ഡ്യൂറേഷൻ എന്ന് ഓൺലി 1 year, 1 വർഷം മാത്രമേ കമ്മിറ്റിയുടെ കാലാവധി ഉള്ളൂ. കമ്മിറ്റിയുടെ കാലാവധി 1 വർഷം മാത്രമാണ് നോക്കുക. ഇനി പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്, പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് ഓൾവേസ് അപ്പോയിന്റഡ് ബൈ ലോകസഭ സ്പീക്കർ ഫ്രം ഓപ്പോസിഷൻ പാർട്ടി എന്ന് പറയാം. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാനെ നിയമിക്കുന്നത് ലോകസഭാ സ്പീക്കറാണ്. അത് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ എന്നല്ല, എക്സെപ്റ്റ് 3 കമ്മിറ്റീസ്. ഒരു 3 പാർലമെന്ററി കമ്മിറ്റിയുടെ മിക്ക എല്ലാ പാർലമെന്ററി കമ്മിറ്റികളുടെയും ചെയർമാൻമാരെ നിയമിക്കുന്നത് ലോക്സഭാ സ്പീക്കർ തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാനെ നിയമിക്കുന്ന ലോക്സഭാ സ്പീക്കർ തന്നെയാണ്. ഇറ്റ് മേ ബി ഫ്രം ഓപ്പോസിഷൻ പാർട്ടി, അത് പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നുള്ള ഒരാളായിരിക്കും. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാനെ നിയമിക്കുന്ന ലോക്സഭാ സ്പീക്കറാണ്. അത് എവിടെ നിന്നായിരിക്കും? പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നുള്ള ഒരാളായിരിക്കും എന്നും കൂടി ഓർത്തു നോക്കി. ഇപ്പോഴത്തെ നമ്മുടെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് KC വേണുഗോപാൽ, കോൺഗ്രസിന്റെ KC വേണുഗോപാലാണ് ഇപ്പോഴത്തെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത്. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ ആകുന്ന ആദ്യത്തെ മലയാളി എന്ന് പറയുന്നത് KV തോമസ് ആണ്. PSCയുടെ ചെയർമാൻ ആകുന്ന ആദ്യത്തെ മലയാളി എന്ന് പറയുന്നത് KV തോമസ് ആണ്. പ്രസന്റ്ലി KC വേണുഗോപാൽ എന്ന് ഓർത്തു വയ്ക്കുക. ക്ലിയർ ആയിക്കോ? ഇനി അംഗസംഖ്യക്ക് നമ്മൾ കാലാവധി പറഞ്ഞു. ചെയർമാനെ എപ്പോഴും നിയമിക്കുന്ന ലോക്സഭാ സ്പീക്കറാണെന്ന് പറഞ്ഞു. ഇനി പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്താണ്? പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്പെക്ടിങ് അല്ലെങ്കിൽ എക്സാമിൻ ദ റിപ്പോർട്ട് ഓഫ് CAG എന്ന്. CAGയുടെ റിപ്പോർട്ട് എക്സാമിൻ ചെയ്യുക അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് PSCയുടെ ഡ്യൂട്ടി എന്നത്. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? എക്സാമിൻ അല്ലെങ്കിൽ ഇൻസ്പെക്ടിങ് ദ റിപ്പോർട്ട് ഓഫ് CAG. CAG നമുക്കറിയാം ഇന്ത്യയുടെ മൊത്തം വരവ് ചെലവ് കണക്കുകൾ നോക്കുന്ന ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഭരണഘടനാ ഏജൻസിയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ആ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് സമർപ്പിക്കും. കാരണം CAG റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതി പാർലമെന്റിൽ വയ്ക്കുന്നു. പാർലമെന്റിൽ ഈ CAG റിപ്പോർട്ട് വെച്ചുള്ള ആ റിപ്പോർട്ടിനെ പരിശോധിക്കുക എന്നുള്ളതാണ് ആരുടെ ഡ്യൂട്ടി? നമ്മുടെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ഡ്യൂട്ടി. അതുകൊണ്ട് തന്നെ വാച്ച് ഡോഗ് ഓഫ് പബ്ലിക് വേൾഡ്സ്, പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന കമ്മിറ്റിയും നമ്മുടെ ഈ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി, പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന കമ്മിറ്റിയും ഏതാണ്? പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയാണെന്ന് കൂടി ഓർത്തു വയ്ക്കുക. ക്ലിയർ ആയില്ലോ? അപ്പൊ CAG റിപ്പോർട്ട് ആർക്കാണ് സമർപ്പിക്കുന്നത്? CAG സബ്മിറ്റ് ഹിസ് റിപ്പോർട്ട് ടു എന്ന് ചോദിച്ചാണ്. CAG ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വെച്ചാൽ PSCക്ക് അല്ല, അത് രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതി റിപ്പോർട്ട് എവിടെ വെക്കുന്നു? പാർലമെന്റിൽ വെക്കുന്നു. അപ്പോഴാണ് PSC പരിശോധിക്കുന്നത്. ക്ലിയർ ആയി? അപ്പൊ CAG റിപ്പോർട്ട് പരിശോധിക്കുന്നവരാണ്. ഇനി PSC പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ആ റിപ്പോർട്ട് അവർ ആർക്കാണ് നൽകുന്നത് വെച്ചാൽ അത് ലോക്സഭാ സ്പീക്കർക്കാണ്. ക്ലിയർ ആയില്ലോ? പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി CAGയുടെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം സബ്മിറ്റ് ദയർ റിപ്പോർട്ട് ടു ലോക്സഭാ സ്പീക്കർ. അവരെ ലോക്സഭാ സ്പീക്കർക്കാണ് സമർപ്പിക്കുന്നത്. ക്ലിയർ ആയില്ലോ? ഇതാണ് നമ്മുടെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി എന്ന് പറയുന്ന സംഭവം. ഇതാണെന്ന് നോക്കുക. അപ്പൊ മറക്കണ്ട, 1921 പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി രൂപമുള്ളത്. ഈ കമ്മിറ്റി തന്നെയാണ് നമ്മുടെ പാർലമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർലമെന്ററി കമ്മിറ്റിയാണ്. 1921 രൂപമുണ്ടോ. പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്നറിയപ്പെടുന്നത് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയാണ്. അതുകൊണ്ട് വാച്ച് ഡോഗ് ഓഫ് പബ്ലിക് പേഴ്സ്, പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയാണ്. ടോട്ടലി മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്
22 ആണ്. 15 ഫ്രം ലോകസഭ, 7 ഫ്രം രാജ്യസഭ. അതിൽ രാജ്യസഭയിലെ 7 അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല, അതും കൂടി ഓർത്തിക്കുക. 15 അംഗങ്ങൾ ലോക്സഭയാണ്, 7 അംഗങ്ങൾ രാജ്യസഭയാണ്. 7 അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം കൂടി ഇല്ല എന്ന് കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ ടോട്ടൽ 22 അംഗങ്ങളാണ്. ഈ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ നിയമിക്കുന്ന ആരായിരിക്കും? ലോക്സഭ സ്പീക്കർ ആയിരിക്കും. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാനെ എപ്പോൾ നിയമിക്കുന്നത്? ലോക്സഭ സ്പീക്കർ ആയിരിക്കും. ആ ലോക്സഭ സ്പീക്കർ ആയിരിക്കും നോക്കുക. ഇനി പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ ആകുന്ന ആദ്യത്തെ മലയാളി എന്ന് പറയുന്നത് KV തോമസ് ആണ്. പ്രസന്റ്ലി ഇപ്പോൾ ഉള്ളതാരാണ്? KC വേണുഗോപാൽ എന്ന് നോക്കുക. ക്ലിയർ ആയാലും. ഇനി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി ഞാൻ പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് CAGയുടെ റിപ്പോർട്ടിനെ പരിശോധിക്കുക എന്നുള്ളതാണ്. പരിശോധിച്ച ശേഷം ആ റിപ്പോർട്ട് ലോക്സഭ സ്പീക്കർക്ക് കൈമാറും. ഇതാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ചെയർമാൻ എപ്പോഴും പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നതായിരിക്കും. ഇവിടെ കാലാവധി ഓർമ്മിക്കുക, 1 വർഷമാണ്. പബ്ലിക് അക്കൗണ്ടിന്റെ കാലാവധി 1 വർഷമാണ്. ഇനി നോ മിനിസ്റ്റേഴ്സ് ക്യാൻ ബി മെമ്പർ ഓഫ് ഇറ്റ്. മന്ത്രിമാർക്ക് ഇതിൽ അംഗമാകാൻ പാടില്ല. ഈ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയിൽ മന്ത്രിമാർക്ക് അംഗമാകാൻ പാടില്ല. ഇഫ് എനി മിനിസ്റ്റേഴ്സ് ബിക്കം ദി മെമ്പർ ഓഫ് PSC, ദാറ്റ് ഷുഡ് ബി ലീവ് ഫ്രം മിനിസ്ട്രി. ഇനി അഥവാ ഏതെങ്കിലും മന്ത്രിമാർ ഇതിൽ അംഗമായി കഴിഞ്ഞാൽ അവർ മന്ത്രിസഭയിൽ രാജിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അത് മിക്കവാറും സാധ്യതയില്ല. അതുകൊണ്ട് മന്ത്രിമാർ പൊതുവെ ഈ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയിൽ അംഗമാകാറില്ല എന്ന കാര്യം കൂടി ഓർത്തു വയ്ക്കുക. ക്ലിയർ ആയില്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഭാഗം ഓർത്തു വയ്ക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. പറയുന്നതാണ് ഗംഗാ നദിയെ ദേശീയ നദിയെ പ്രഖ്യാപിച്ചത് എന്നാണ്. ഗംഗാ നദിയെ ദേശീയ നദിയെ പ്രഖ്യാപിച്ചത് എന്നാണ്. ഓൺ വിച്ച് ഡേറ്റ് ഗംഗാ റിവർ അഡോപ്റ്റഡ് ആസ് ദി നാഷണൽ റിവർ ഓഫ് ഇന്ത്യ? ഓൺ വിച്ച് ഡേറ്റ് ഗംഗാ റിവർ അഡോപ്റ്റഡ് ആസ് ദി നാഷണൽ റിവർ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഡിക്ലർഡ് ആസ് ദി നാഷണൽ റിവർ ഓഫ് ഇന്ത്യ? ഗംഗാ നദിയെ എന്നാണ് നമ്മൾ ദേശീയ നദിയെ പ്രഖ്യാപിച്ച് ഓർക്കുക? 2008 നവംബർ 4. 2008 നവംബർ 4. 2008 നവംബർ 4 ഗംഗാ നദിയെ നമ്മൾ ദേശീയ നദിയായി പ്രഖ്യാപിക്കുന്നത്. ക്ലിയർ ആയിരിക്കോ? ഇനി ഗംഗാനദിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓർത്തു വയ്ക്കാം. 2525 കിലോമീറ്റർ ആണ് ഗംഗാനദി നീളം. എത്രയാണ്? 25 പഠിക്കാൻ എളുപ്പമാണ്. 2525 കിലോമീറ്റർ ആണ് ഗംഗാനദിയുടെ നീളം. ഉത്ഭവിക്കുന്നത് നമുക്കറിയാം, ഗംഗോത്രിയാണ് ഉത്ഭവിക്കുന്നത്. അത് അളകുന്ന ഭഗീരഥി എന്ന പേരാണ് ഉത്ഭവിക്കുന്നത്. അളകനന്ദ കൂടിച്ചേരുന്നത്. അപ്പോൾ അളകനന്ദയും ഭഗീരഥയും കൂടിച്ചേരുന്ന സ്ഥലമാണ് ദേവപ്രയാഗ്, ഉത്തരാഖണ്ഡില്. അതിനുശേഷം ഉത്തർപ്രദേശിലേക്ക് വരുന്നു. ഉത്തർപ്രദേശ് വരുമ്പോൾ ഏറ്റവും നീളം കൂടിയ ട്രിബ്യൂട്ടറി, ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ ട്രിബ്യൂട്ടറി ആയ യമുന ഒന്ന് ഉത്തർപ്രദേശിലെ പ്രയാഗിൽ വന്ന് കൂടിച്ചേരുന്നു. സരസ്വതി ഭൂമിയുടെ അടിയിലോട് കൂടിച്ചേരുന്നു. അപ്പൊ ഗംഗ, യമുന, സരസ്വതി മൂന്നും കൂടിച്ചേരുന്ന സ്ഥലമാണ് ഉത്തർപ്രദേശിലെ പ്രയാഗ് എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് ത്രിവേണി സംഗമം നൽകുന്നത്. അപ്പൊ അളകനന്ദയും ഭഗീരഥയും കൂടിച്ചേരുന്നത് ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗാണ്. ഇവിടെ പ്രയാഗാണ്. ഗംഗ, യമുന, സരസ്വതി മൂന്നടിയിലും കൂടിച്ചേർന്ന പ്രയാഗ്. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? ത്രിവേണി സംഗമം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ അലഹാബാദിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് മഹാകുംഭമേള എന്ന് പറഞ്ഞില്ലേ? അന്ന് മഹാകുംഭ പ്രയാഗ് എന്ന് ഓർത്തിരിക്കാം. അതിനുശേഷം അത് അടുത്ത ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ബീഹാറിലേക്ക്, ബീഹാറിൽ നദി എത്തിക്കഴിഞ്ഞാൽ ബീഹാറിൽ പാറ്റ്നയ്ക്ക് കുറുകെ മഹാത്മാഗാന്ധി സേതു എന്ന പാലുണ്ട്. അത് ഏറ്റവും നീളം കൂടി 2ാമത്തെ പാലാണ്. ഗംഗാനദിക്ക് കുറുകെ പാറ്റ്നയിൽ വരുന്ന മഹാത്മാഗാന്ധി സേതു ഉണ്ട്. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടി 2ാമത്തെ റിവർ ബ്രിഡ്ജ് നദിക്ക് കുറുകെയുള്ള പാലമാണ്. ബീഹാർ കഴിഞ്ഞാൽ ജാർഖണ്ഡ് വരുന്നു. ജാർഖണ്ഡിൽ നിന്ന് അത് വെസ്റ്റ് ബംഗാൾ എത്തുന്നു. വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ബംഗ്ലാദേശിലേക്ക് വരുന്നു. അപ്പൊ വെസ്റ്റ് ബംഗാളിലേക്ക് എത്തുമ്പോൾ ഈ സെഡിമെന്റ്സ് ഒക്കെ ഒഴുകി വന്ന അവിടെ വലിയ ഡെൽറ്റ രൂപങ്ങളാണ് സുന്ദർബൻ ഡെൽറ്റ എന്ന് പറയുന്നത്. അതിനുശേഷം ബംഗ്ലാദേശിലേക്ക് എത്തുന്നു. ബംഗ്ലാദേശിൽ എത്തുമ്പോൾ ഗംഗാ നദിയെ അവരൊരിക്കലും ഗംഗ എന്ന് വിളിക്കാറില്ല, അവർ വിളിക്കുന്നത് പത്മ എന്ന പേരാണ്. അപ്പൊ ബംഗ്ലാദേശിൽ ഗംഗാ നദിയെ അവർ വിളിക്കുന്നത് പത്മ എന്ന പേരാണ്. അതിനുശേഷം അത് ബേ ഓഫ് ബംഗാൾ ഉൾക്കടലേക്ക് കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഗംഗാ നദിയുടെ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് 5 സ്റ്റേറ്റിലൂടെയാണ് വരുന്നത്. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ. ഇങ്ങനെ 5 ഇന്ത്യൻ സ്റ്റേറ്റിലൂടെയും 2 രാഷ്ട്രങ്ങൾ, ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്, ഇങ്ങനെ 2 രാഷ്ട്രങ്ങളെ ഒഴുകുന്ന ഒരു നദിയാണ് ഏത്? ഗംഗാ നദി എന്നും കൂടി ഓർത്തിരിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട നദികൾ ഓർത്തിരിക്കുക. രാംഗംഗയുണ്ട്, ഗാഗ്രയുണ്ട്, ഗണ്ഡക് ഉണ്ട്, ഇതൊക്കെ ഗോമതി ഉണ്ട്. ഇതൊക്കെ ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദികൾ ഓർത്തിരിക്കുക. ഏറ്റവും നീളം കൂടിയ പോഷക നദി ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി എന്ന് പറഞ്ഞാൽ യമുനയാണ്. യമുനയുടെ പഴയ പേര് കാളിന്തിയാണ്. ഏറ്റവും നീളം കൂടിയത് യമുനയാണ്. യമുനയുടെ പഴയ പേര് കാളിന്തിയാണ്. മറ്റ് ട്രിബ്യൂട്ടറികളാണ് ഗാഗ്ര, ഗോമതി, ഗണ്ഡക് എന്നൊക്കെ പറയുന്ന നദികൾ. ഇതിന് മറ്റ് പോഷക നദികൾ കൂടി ഗംഗ എന്നൊക്കെ ഓർത്ത് വയ്ക്കുക. പേരെങ്കിലും ഇതാണ് പൊതുവെ ഏറ്റവും ചെറിയ രീതിയിൽ നമ്മൾ ഗംഗാനദിയെ കുറിച്ച് പഠിക്കുന്നത്. അപ്പൊ മറക്കണ്ട, ഗംഗാനദിയെ ദേശീയ നദിയെ പ്രഖ്യാപിക്കുന്നത് 2008 നവംബർ 4 ആണെന്ന് ഓർത്തിക്കുക. ക്ലിയർ ആയിക്കല്ലോ? ഓക്കെ ഫൈൻ. നെക്സ്റ്റ് വൺ, അടുത്ത നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മുടെ ആസ്ട്രോണമി ഭാഗത്തുനിന്നുള്ള ചോദ്യമാണ്. അത് റയർ ആയിട്ട് മാത്രം ചോദിച്ചുള്ളെങ്കിൽ ഒന്ന് പഠിച്ചു വയ്ക്കാം. ചോദ്യം ഇതാണ് ആസ്ട്രോണമി ഭാഗത്ത്: എന്നാണ് ഓസോൺ ദിനമായി ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓൺ വിച്ച് ഡേറ്റ് വേൾഡ് ഓസോൺ ഡേ എന്നാണ്. ഓർക്കുക, ലോക ഓസോൺ ദിനമായി നമ്മൾ ആചരിക്കുന്നത് സെപ്റ്റംബർ 16 എന്നാണ്. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത്. അപ്പൊ ഓസോൺ എന്ന് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കറിയാം നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ലെയറുകൾ നമുക്കറിയാം. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ ഉണ്ട്, അതിൽ തന്നെ എക്സോസ്ഫിയറും അയനോസ്ഫിയർ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ലെയറുകൾ, അറ്റ്മോസ്ഫിയറിന്റെ ലെയറുകൾ നമുക്കറിയാം. അത് നമുക്ക് വേറെ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാം. നോക്കി നോക്കിയാൽ
ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, അത് കഴിഞ്ഞാൽ മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, അത് തന്നെ അയനോസ്ഫിയർ, എക്സോസ്ഫിയർ, ഇങ്ങനെയാണ് ലെയറുകളുണ്ട്. അപ്പൊ രണ്ടാമത്തെ ലെയറായ ഏകദേശം 20 കിലോമീറ്ററിനും 50 കിലോമീറ്റർ ഇടയിലാണ് നമ്മൾ ഓസോൺ കാണുന്നത്. രണ്ടാമത്തെ ലെയറായ സ്ട്രാറ്റോസ്ഫിയറിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്. രണ്ടാമത്തെ ലെയർ സ്ട്രാറ്റോസ്ഫിയറിലാണ് നമ്മൾ ഓസോൺ പാളി കാണുന്നത്. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളെ തടയാൻ, അതിനെ തടഞ്ഞ് നമ്മുടെ ഭൂമിയെ രക്ഷിക്കാനുള്ള ഒരു ലെയറാണ് ഏത് ഈ ഓസോൺ എന്ന് പറയുന്നത്. അപ്പൊ അത് ഏകദേശം 20 മുതൽ 50 കിലോമീറ്റർ ഗ്യാപ്പിലാണ്, 20 മുതൽ 50 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ ഏത് കാണുന്നത് ഓസോൺ ലെയർ നമ്മൾ കാണുന്ന കൂടി ഓർത്ത് വയ്ക്കുക. ഓസോൺ വാതകം അവസാനം ഓസോൺ ലെയർ എന്നുള്ളത് അവസാനം. അപ്പൊ ആ ഓസോൺ ദിവസം നമ്മൾ ആചരിക്കുന്നത് സെപ്റ്റംബർ 16 ഇനി എന്നാണ് ഈ ഓസോൺ വാതകം കണ്ടെത്തിയ ആരാച്ചത് ഷോൺ ബെയ്ൻ ആണ്. ഓസോൺ വാതകം കണ്ടെത്തിയ ഷോൺ ബെയ്ൻ ആണെന്ന് ഓർപ്പിക്കുക. അതോടൊപ്പം ഓസോൺ ലെയർ കണ്ടത് ചാൾസ് ഫാബ്രിയും ഹെൻറി ബൂയിസാണ്. ചാൾസ് ഫാബ്രി അതുപോലെ ഹെൻറി ബൂയിസിനാണ് ഏത് ഈ ഓസോൺ ലെയർ, ഓസോൺ പാളി കണ്ടെത്തിയത് ഇവർ രണ്ടാണ് ഓർക്കുക. അതേസമയം ഓസോൺ വാതകം കണ്ടെത്തിയ ഷോൺ ബെയ്ൻ ആണെന്ന് കൂടി ഓർത്ത് വയ്ക്കുക. ഈ നമ്മൾ പറയുന്ന ക്ലാസ്സുകളുടെ എല്ലാ നോട്ട്സ് നമ്മുടെ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രൊനൗൺസിയേഷൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നോട്ട്സ് നോക്കുക. ഏറ്റവും ബാക്കിൽ നമ്മൾ പറയുന്ന എല്ലാ നോട്ട്സിലും കൊടുക്കുന്നത്. അപ്പൊ ആ നോട്ട്സും കൂടി ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് ഓസോൺ. ഇനി ഓസോണിന്റെ കളർ ലൈറ്റ് ബ്ലൂ ആണ് ഓസോണിന്റെ കളർ എന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ക്ലിയർ ചെയ്യോ? അപ്പൊ മറക്കണ്ട, 3 ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ഇപ്പൊ പറഞ്ഞ ഓസോൺ പാളിയെ ഓർത്ത് വയ്ക്കുക. ഓസോൺ ഡേ എന്നുള്ളത് സെപ്റ്റംബർ 16 മറക്കണ്ട. സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണുന്നത്. കണ്ടെത്തിയ ഓസോൺ വാതകം കണ്ടെത്തിയാൽ ഷോൺ ബെയ്ൻ ആണ്. അതേസമയം ഓസോൺ ലെയർ കണ്ടെത്തിയാൽ ചാൾസ് ഫാബ്രി ആൻഡ് ഹെൻറി ബൂയിസൺ എന്ന് പറയുന്നതാണ്. ഓസോൺ ലെയർ സ്ട്രാറ്റോസ്ഫിയറിലാണ്, 20-50 കിലോമീറ്റർ ഗ്യാപ്പിലാണ് നമ്മൾ ഇത് കാണുന്നത്. ഓസോൺ ലെയറിന്റെ കളർ എന്ന് പറയുന്നത് ലൈറ്റ് ബ്ലൂ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയില്ലോ? അതിനുശേഷം രണ്ടാമത്തെ ടോപ്പിക് നമ്മൾ പഠിച്ചത് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയാണ്. മൂന്നാമത്തെ ഗംഗാ നദിയാണ്. അപ്പൊ ഈ 3 ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച. അപ്പൊ ഈ 3 ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങളോ നിങ്ങൾ കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ 9846298093 എന്ന കമന്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളാണ് നൽകാവുന്നതാണ്. സോ അടുത്ത ക്ലാസ് വീണ്ടും കണ്ടുമുട്ടാം നല്ലൊരു ടോപ്പിക്കുമായി. അതെല്ലാവർക്കും